ഫ്രണ്ട്സേ, നല്ല പെടയ്ക്കണ മത്തി എന്നൊക്കെ പറയുന്ന പോലെ നല്ല പെടയ്ക്കണ സാൽമൺ ഫിഷ് കണ്ടോ? സാധാരണ ഇതിനെ നമ്മുടെ നാട്ടിലെ മീൻ വറക്കുന്ന പോലെ വറക്കുകയാണ് ചെയ്യാറ്. ഇന്ന് നമുക്ക് ഇതിനെ വെച്ചൊരു വെറൈറ്റി ഡിഷ് ചെയ്യാം. പേര് കേട്ട് നിങ്ങൾ ഞെട്ടണ്ട. സൽമോണെ അലാ ടൊസ്കാന. ഇതൊരു ഇറ്റാലിയൻ റെസിപ്പിയാണേ. ഇങ്ങനെ പീസായിട്ട് തന്നെ കടയിൽ നിന്ന് വാങ്ങിച്ച മീനാണ് കേട്ടോ ഇത്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് പൊടിയാതൊക്കെയൊന്നും ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും ഉപ്പും നാരങ്ങാ നീരും കൂടെ ഒഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാൽ നമുക്കിനി മീൻ വറുത്താലോ? മീൻ വറുക്കാൻ വേണ്ടി ഞാനിവിടെ ഒലിവ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചൂടായ പാനിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് അതിൻ്റെ കൂടെ കുറച്ച് ബട്ടറും കൂടെ ചേർത്തിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇട്ടിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു സവാളയും കുറച്ച് വെളുത്തുള്ളിയും കുനുകുനാന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് മഷ്റൂമും കുറച്ച് ചെറി ടൊമാറ്റോയും പിന്നെ കുറച്ച് സ്പിനാച്ചും വേണം. മീൻ വറുത്ത അതേ എണ്ണയിൽ തന്നെ നമുക്ക് ഈ വെളുത്തുള്ളിയും സവാളയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാമേ. വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറി സവാള നന്നായി ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേന് അതിനകത്തേക്ക് നമുക്ക് മഷ്റൂമും ചെറി ടൊമാറ്റോയും പിന്നെ കഴുകി വെച്ചിരിക്കുന്ന സ്പിനാച്ചും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി എല്ലാം ചടപടേന്നാണ് കേട്ടോ. അത് പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടും. അതിനുശേഷം അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കണം. കൂടെ കുറച്ച് പെസ്തോ സോസും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഇവിടുത്തെ കടകളിലെല്ലാം വാങ്ങാൻ കിട്ടും. മേമ്പൊടിക്ക് നമുക്ക് കുറച്ച് സീസണിങ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഡ്രൈ ഒറഗാനോയും ഡ്രൈ ബേസിൽ ലീഫുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ റെസിപ്പിക്ക് ചീസിൻ്റെ നല്ല ഫ്ലേവർ വേണം. ഞാനിവിടെ ഗ്രാന പഡാനോ എന്ന് പറഞ്ഞ ഇറ്റാലിയൻ ചീസാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മീൻ കുട്ടന്മാരെ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ആ സോസ് കൊണ്ടൊന്ന് പൊതിയണം. ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഞാനിവിടെ സ്പഗറ്റി നൂഡിൽസാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എൻ്റെ കെട്ടിയോൻ ഇതിന് ഞാഞ്ഞൂല് പുഴുങ്ങിയതെന്നാണ് വിളിക്കുന്നത്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്താലോ? എനിക്ക് ഈ എരിയില്ലാത്ത ഭക്ഷണം കഴിക്കുന്നത് കുറച്ച് പ്രയാസമാണ്. അതുകൊണ്ട് ഞാൻ അതിനകത്തോട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കഴിച്ചു. എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ കുറച്ച് അച്ചാർ കൂട്ടിയാണ് കഴിച്ചത്. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ഗൈസ്, അടിപൊളി, ഒന്നും പറയാനില്ല.